ഒട്ടകത്തിന്റെ കാല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാദം കുതിരയുടെയോ പശുവിന്റെ പോലുള്ള കുളമ്പുകളല്ല, പകരം വലിയ 2 കാൽ വിരലുകൾ ലെതറി പാഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പോലെയാണ്. ഈ കാലുകൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുകയാണ് മരുഭൂമിയിലെ സോഫ്റ്റ് ആയിട്ടുള്ള മണൽത്തരികളിൽ ഒട്ടകത്തെ സ്റ്റഡി ആയിട്ട് നിർത്താനും ഒട്ടകത്തിന്റെ ഭാരം കൃത്യമായിട്ട് പ്രതലത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും. ഇതുവഴി മഞ്ഞിൽ നമ്മൾ സ്നോ ഷൂസ് ഉപയോഗിക്കുന്ന പോലെ മണലിൽ ഒട്ടകത്തെ താഴാതെയും സ്ലിപ്പ് ആവാതെയും ഈ കാലുകൾ സഹായിക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ, മരുഭൂമിയിൽ അതിജീവിക്കാൻ ഒട്ടകത്തിനുള്ള പ്രത്യേകതകൾ എന്നും അത്ഭുതകരമാണ്. വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുവെന്ന് ഒരുപാട് പേർ കരുതിയിരുന്ന ഒട്ടകത്തിന്റെ ഹമ്പിൽ യഥാർത്ഥത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫാറ്റ് ആണ്. ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങളിൽ ഈ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജിയും വാട്ടറുമാക്കി മാറ്റുന്നുണ്ട് ഒട്ടകങ്ങൾ. മറ്റ് പ്രത്യേകതകളാണ് ഒട്ടകത്തിന് കള്ളിച്ചെടികൾ, കാക്ടസ് ചവയ്ക്കാൻ സഹായിക്കുന്ന വായിലെ കോൺ ഷേപ്പ്ഡ് പപ്പിലൈകൾ, മുള്ളുള്ള ഇത്തരം ചെടികൾ ഗ്രാബ് ചെയ്യാൻ സഹായിക്കുന്ന സ്പ്ലിറ്റ് ആയിട്ടുള്ള ചുണ്ടുകൾ, അതോടൊപ്പം തന്നെ ശ്വാസം വിടുമ്പോൾ ഈർപ്പം പുറത്തു പോകാതെ തടയുന്ന മൂക്ക്. ഒട്ടകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളെപ്പോലെ റൗണ്ട് ഷേപ്പിലല്ല ഇവയുടെ റെഡ് ബ്ലഡ് സെൽസ്. ഇവയുടെ ഇതിന് ഓവൽ ഷേപ്പാണുള്ളത്. ശരീരത്തിലെ വെള്ളം ഒരുപാട് നഷ്ടപ്പെട്ടാലും ഈ ബ്ലഡ് സെൽസിന് കട്ടിയുള്ള ബ്ലഡിലൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പ്രത്യേകത കാരണം ഡീഹൈഡ്രേഷൻ പ്രോബ്ലംസ് മാക്സിമം ഒഴിവാകുന്നതാണ്. അതോടൊപ്പം തന്നെ 150 ലിറ്റർ വെള്ളമൊക്കെ അകത്താക്കാനായിട്ട് ഒട്ടകങ്ങൾക്ക് 10-15 മിനിറ്റ് വരെ മതിയാകും. ഇങ്ങനെ പെട്ടെന്ന് ഇത്രയധികം വെള്ളം ഒരുമിച്ച് കുടിക്കുമ്പോൾ മറ്റ് ജീവജാലങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഇൻടോക്സിക്കേഷൻ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഒട്ടകങ്ങൾക്ക് ഉണ്ടാവാറില്ല. വെള്ളമടിയിൽ നമ്മളാണ് മുമ്പിൽ എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോളൂ, ഒട്ടകങ്ങൾ നമ്മളെക്കാളും ഫിറ്റാണ്. അതേടാ, ഞാൻ ഫിറ്റാടാ.